ഈ കാണുന്ന USB-യുടെ പ്രീ ആമ്പുകളാണ് ഈ കാണുന്നത് 3. ഇത് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ള ആംപ്ലിഫയറിലേക്ക് ഒരു പ്രീ ആമ്പ് കൊടുക്കാൻ പറ്റിയ ബോക്സസാണ് ഇരിക്കുന്നത്. 3 സെപ്പറേറ്റ് ടൈപ്പാണ്. ഏറ്റവും അടിയിൽ ആദ്യം ഞാൻ ഉണ്ടാക്കിയതാണ്. കുറച്ച് പഴക്കമുണ്ട് അതിന്. ഏറെക്കുറെ ഒരു 10 വർഷത്തിന് കൂടുതൽ പഴക്കമുണ്ട്. അന്ന് ബ്ലൂടൂത്ത് ഇല്ല. ഈവൻ ഈ സെറ്റ് ചെയ്യുമ്പോൾ വരെ ബ്ലൂടൂത്ത് ഇല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ബോക്സും കേസും കാര്യങ്ങളൊന്നും അന്ന് അവൈലബിൾ അല്ല. ചോക്കിൻ്റെ ബോക്സോ ഏതോ സ്വിച്ച് ബോർഡിൻ്റെ ബോക്സൊക്കെ കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ അടിയിലിരിക്കുന്ന മോഡൽ ചെയ്തേക്കണം. മുകളിലിരിക്കുന്ന ഇപ്പോൾ കാണിച്ച മോഡലാണ് നമ്മൾ കറണ്ടിൽ ചെയ്തേക്കുന്നത്. പിന്നെ 3 ടൈപ്പാണ് ഇത് പറഞ്ഞത്. ബാക്കിലേക്ക് ഇപ്പോൾ നമ്മളൊരു ഓക്സ് പിന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഔട്ട് വരുന്നത് ഓക്സ് പിന്നായിട്ടായിരിക്കും. അല്ലെങ്കിൽ RCA സോക്കറ്റിൽ ലെഫ്റ്റ് റൈറ്റ് നമ്മുടെ സാധാരണ കാണാറുള്ള പോലെ DVD കേബിൾഷൻ്റോ. പിന്നെയുള്ളത് ഷീൽഡ് വയർ പോലെ ജസ്റ്റ് ഒരു 3 വയർ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് നമുക്ക് വെറുതെ പുറത്തേക്ക് ഇട്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ്. ഇനി നിങ്ങൾ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കി നോക്ക്. ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്ന ഒരു സബൂഫർ. ഇത് ഇൻഡെക്സ് എന്നാണ് ഇതിൻ്റെ ബ്രാൻഡിങ് പറഞ്ഞത്. ഇൻഡെക്സിലുണ്ട്, സെബ്രോണിക്സിൽ ഈ സെയിം സാധനം ഉണ്ട്. ഈവൻ സോണിന്ന് അടിച്ചിട്ട് വരെ ഈ സാധനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോണി ഇത് അറിഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. ഇൻഡെക്സിൻ്റെ ആണോ സെബ്രോണിക്സിൻ്റെ ആണോ എന്ന് എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനാണ്. കാരണം ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യാം. ഇതൊരു നൊസ്റ്റാൾജിക് വിൻറ്റേജ് ആയിട്ടാണ്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ തന്നെ അപ്പോൾ ഇതിപ്പോൾ 2011 ഇറങ്ങിയ പ്രൊഡക്റ്റാണ്. 2011 എന്ന് പറഞ്ഞാലും ഇതിൻ്റെ പഴക്കം ആവില്ല. കാരണം ഇതിനേക്കാളും പഴക്കമുള്ള സെയിം മോഡൽ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ഏറ്റവും ഈ മോഡലിൻ്റെ ലേറ്റസ്റ്റാന്ന് പറയാം ഉദ്ദേശിച്ചത്. അതായത് മീൻസ് ഈ ടൈപ്പിൽ ഏറ്റവും പുതിയതാണ് ഈ 2011. 2005 ഒരു സെയിം മോഡൽ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് പിന്നെ പറയാം. അപ്പോൾ ഈ മോഡലിലൊന്നും ബ്ലൂടൂത്ത് വരില്ല. ബ്ലൂടൂത്ത് അന്ന് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ മോഡലുകൾക്കൊക്കെ നിങ്ങൾക്കിത് ഡയറക്റ്റ് കൊടുക്കാം. ഇതിൻ്റെ ഇൻപുട്ട് കണ്ട ലെഫ്റ്റ് റൈറ്റ് അതിലേക്ക് നേരെ ഇതിങ്ങോട്ട് കൊടുത്താൽ മതി. കാണിച്ചാൽ ഇതിപ്പോൾ 2 കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഇൻപുട്ട്. ഇതിൻ്റെ ഔട്ട് വരുന്നത് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് ഇങ്ങോട്ട് തിരിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് ഓക്സ് USB ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത ഈ ഒരു സബൂഫറിൽ വരെ നമ്മൾ ഈ സാധനം ആഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഉപയോഗം. ഇനി ഇത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ നെയിം ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ ഓൺ ആക്കിയിട്ടുണ്ട്, ഇതിലും ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. ഫോണിൽ ഇത് 90BT എടുത്തു, പെയറിങ് കൊടുത്തു, അത് പെയറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു NCS പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ബ്ലൂടൂത്താണ്. ഇപ്പോൾ ഈ കാണുന്ന ഒരു സബൂഫർ നമ്മൾ ബ്ലൂടൂത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. അതാണ് നമ്മളിപ്പോൾ ചെയ്തേക്കണം. അത് പഴക്കമുള്ളതുകൊണ്ടും എനിക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ടും ഈ സാധനം വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടും മാത്രമാണ് ഞാൻ അത് ചെയ്തത്. നിങ്ങൾക്കും നിങ്ങളുടെ ഇതുപോലെ അടിപൊളി സബൂഫറുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതൊരു 1 ഓഫ് എ കൈൻഡ് ആയിട്ടാണ്. സംഗതി ഏറ്റവും ചെറുതാണ്, വാട്ട്സ് കുറവാണ്. പക്ഷേ ഇതൊന്നും ഓൺ ആവുന്നുണ്ട്. 2011 മോഡലാണ്. അത്യാവശ്യം അതായത് ഇപ്പോൾ വാങ്ങണ പുതിയ മോഡലൊക്കെ ഒരു 5 വർഷം കഷ്ടിതായിരിക്കും എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ ഇതിൻ്റെ തന്നെ 2005 മോഡൽ സ്റ്റിൽ വർക്കിംഗ് എൻ്റെ അടുത്തുണ്ട്. ഈ ബ്ലൂ LED പോലും ഇവിടെ മറന്നു തന്നിട്ടില്ല. പിന്നെ കൂടി വന്നതിൻ്റെ കംപ്ലൈൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ സ്ക്രാച്ചസ് വരും. കാണിച്ചിട്ടാണ്. അതെ ഇപ്പോൾ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ക്രാച്ച് നോയ്സ് ഉണ്ട്. അത് ഈ വോളിനോവിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെ, ഇനി ഇതിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് കൂട്ടാം. മാക്സിമം ഒരു 50 വരെ പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രിബിളും അഡ്ജസ്റ്റ് ചെയ്യാം. ബാസ് നിങ്ങൾക്ക് ഇയർഫോൺ വെച്ച കേൾക്കുമായിരിക്കും. സോ അതാണ് അതിൻ്റെ കാര്യം. ഇനി ഒരു മോഡലും കൂടി ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു യൂസാണ്. ഇനിയിപ്പോൾ അടുത്ത യൂസ് കൂടി കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്റ്റീരിയോ ഈ മോഡലാണ് വിചാരിക്കും. ഇപ്പോൾ സോണിയുടെ ഇതിൽ CD വരുന്നുണ്ട്, ഓക്സ് വരുന്നുണ്ട്, പക്ഷേ ബ്ലൂടൂത്തും USB. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതിപ്പോൾ ജസ്റ്റ് ഇതൊക്കെ വർക്കിംഗ് ആണ്. ഇതിപ്പോൾ മിനിമം ഒരു 10-15 വർഷമുള്ളതാണ്. ഇത് ഇനി ഓടിക്കോളും. ഒരു കുഴപ്പമില്ലാത്ത സ്റ്റീരിയോ ആണിത്. അപ്പോൾ അങ്ങനത്തെ സ്റ്റീരിയോകൾക്ക് ഒരു ഓക്സ് വഴി നമുക്ക് വേണം നമ്മൾ ഈ സാധനം ജസ്റ്റ് ഉണ്ടാക്കി കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ വെറുതെ ഒരു
ബ്ലൂടൂത്ത് ഓണിയും കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ USB എല്ലാം നോർമലായിട്ട് കിട്ടും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കുറച്ച് പഴക്കമുണ്ട്. ശരിയാണ്, ഇത് ഞാൻ മുന്നേ നമ്മുടെ ഒരു ഫാമിലി റിലേറ്റീവിന് കസിന് വേണ്ടി ചെയ്ത് കൊടുത്തതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് വീണ്ടും ആളുടെ അടുത്ത് പോയിട്ട് വീഡിയോ എടുത്തതാണ്. ഇത് ഏറെക്കുറെ ഒരു 2 വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട്. കറണ്ട്ലി നല്ല രീതിയിൽ വർക്ക് ചെയ്യണതാണ്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ബോർഡാണ്, കുഴപ്പമുള്ള ഒരു കേസേ അല്ല. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ഈ സെറ്റ് മാറ്റാണ്ട് തന്നെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യാം. ഇത് തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യണതൊക്കെ ഉണ്ട്. അത് കുറച്ചുകൂടി ഒരു ഹാർഡ് ലെവലാണ്. ഇത് ഏറ്റവും ബേസിക് ലെവലായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഓക്സിലും കൂടി വന്നൊരു 300 രൂപ 350 രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും.